എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. നമ്മുടെ ജീവിതം എന്നത് ടോട്ടലെടുത്ത് നോക്കിയാൽ നമുക്കൊരുപാട് ദുഃഖങ്ങളും അതുപോലെ സന്തോഷങ്ങളും നിറഞ്ഞ സുഖ ദുഃഖ സമ്മിശ്രമായതാണ് നമ്മുടെ ജീവിതം. ഇപ്പം പലരും പറയും ദുഃഖമാണ് കൂടുതൽ, സുഖം നമുക്ക് വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ സുഖമുള്ള നിമിഷങ്ങൾ, സുഖപ്രദമായ നിമിഷങ്ങൾ, മുഹൂർത്തങ്ങൾ കൂടുതൽ ആഘോഷമാക്കി മാറ്റണം. കാരണം നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അതുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് ഉത്സവങ്ങൾ വെച്ചിട്ടുണ്ടാവുക. ഉത്സവത്തിൽ നമ്മളെല്ലാം മറന്ന് നമ്മുടെ കുടുംബവും മറന്ന് ലയിച്ച് പോവും. അത് ഉത്സവം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷെ ആ കിട്ടുന്ന മുഹൂർത്തം, ആ സന്ദർഭം വളരെ മനോഹരമാക്കാനും എല്ലാവരും സന്തോഷിക്കാനും ശ്രമിക്കണം. അതാണ് ഈ ഉത്സവങ്ങളുടെ പ്രത്യേകത. ആലോചിച്ച് നോക്കൂ, നമ്മൾ തുടക്കം മുതൽ ഇതിപ്പം അടുത്ത ഒരു കൊല്ലം തുടങ്ങാനാകുമ്പം ഈ ഡിസംബർ ഇപ്പോൾ 26 നമുക്ക് ആഘോഷങ്ങൾ എന്നുള്ളത്, 26 നമ്മുടെ വർഷം നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 2025 ഡിസംബർ 31 തന്നെ തുടങ്ങിയായി നമ്മുടെ ഒരു ആഘോഷങ്ങളും സെലിബ്രേഷനൊക്കെ. 31 ന്യൂ ഇയർ അന്ന് രാത്രി വരെ നമ്മൾ കംപ്ലീറ്റ് അതിൽ ലയിച്ചിരിക്കും. കളിയും ചിരിയും ആഘോഷങ്ങളും, പിന്നെ പാർട്ടികൾ നടത്തുന്നവരും മദ്യപിക്കുന്നവരും, അത് അവരുടെ സന്തോഷത്തിൻ്റെ രീതി വേറെ. എന്തായാലും അങ്ങനെയൊക്കെ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മളെ മനസ്സ് നമ്മളെല്ലാം മറന്ന് ലയിച്ച് നമ്മുടെ കൂട്ടുകാരെയും വീട്ടുകാരെയൊക്കെ ഉൾപ്പെടുത്തി ഒന്നിച്ച് നമ്മൾ സന്തോഷിക്കുമ്പോൾ ഈ ദുഃഖങ്ങളൊക്കെ മറന്ന് മാക്സിമം നമ്മൾ ഹാപ്പി ആവാൻ ശ്രമിക്കും, അല്ലേ? മാക്സിമം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ പിന്നെയും ഡള്ളായി. അപ്പോഴേക്കും അടുത്ത ഉത്സവം വന്നു. അപ്പോൾ ജനുവരി എന്താ പറയുന്നത്, ഫസ്റ്റ് ദിവസം തന്നെ വളരെ മനോഹരമാണ്. കാരണം ഹാപ്പി ന്യൂ ഇയർക്ക് എല്ലാവർക്കും വിഷ് ചെയ്ത് സന്തോഷമായിട്ട് പോയി. അപ്പോഴേക്ക് 26 വന്നു, അത് സ്വാതന്ത്ര്യദിനം. അത് നമ്മൾ ദേശീയ ഉത്സവമായതുകൊണ്ട് നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷെ അങ്ങനെയല്ല, അതിനെയും കാരണം സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കിയിട്ട് സ്വാതന്ത്ര്യം എങ്ങനെ നേടി, അതിൻ്റെ പിന്നിൽ നമ്മുടെ കാരണവന്മാർ, നമ്മുടെ പൂർവികന്മാർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്, വിദേശീയരായിട്ടൊക്കെ എത്രമാത്രം സമരം ചെയ്തിട്ടാണ് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് തുരത്തിയത്, എങ്ങനെ യുദ്ധം ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ഗാന്ധിജിയുടെ തന്നെ ചരിത്രമെടുത്താൽ നമ്മൾ അഹിംസയിലൂടെ, അല്ലേ, അതോടെ ഇൻകോപ്പറേഷൻ, സഹകരണമില്ലായ്മ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളത് ആഘോഷിക്കുന്ന അതുപോലെ ആഘോഷിക്കുകയും വേണം. ആദ്യം നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളണം എന്താണ് സ്വാതന്ത്ര്യം, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങിയായി. ജനുവരിയായി, ഫെബ്രുവരിയായി, മാർച്ച്, അപ്പോഴേക്കും നമ്മുടെ ശിവജയന്തി തുടങ്ങിയ ഉത്സവങ്ങൾ തുടങ്ങി, അവിടെയായി. പിന്നെ ഏപ്രിലാകുമ്പോഴേക്കും നമ്മുടെ വിഷുവായി. ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചോളം വിഷു, ശിവരാത്രി കഴിഞ്ഞു, വിഷുവായി. അങ്ങനെ മെല്ലെ പിന്നെ അപ്പോഴേക്കും മഴയായി, കാലാവസ്ഥ മാറി, മഴ തുടങ്ങി. പിന്നെ മെല്ലെ ഓണമായി, ദസറയായി, ദീപാവലിയായി, ക്രിസ്മസായി. അങ്ങനെ കൊല്ലം മുഴുവൻ. അതിൻ്റെ ഇടയ്ക്കൊക്കെ രക്ഷാബന്ധൻ, അതുപോലെ ഭാവബീജ് എന്ന് പറയും. കാരണം ഒരു സഹോദരിയോടുള്ള സ്നേഹം, ആ ഒരു കരുതൽ മനസ്സിലാക്കാൻ, ഓർമ്മിപ്പിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഭാവബീജ് പോലത്തെ. മഹാരാഷ്ട്രയിലും ഹിന്ദിക്ക് പ്രാധാന്യമുള്ള, ഹിന്ദി സംസാരിക്കുന്ന ബാക്കി സംസ്ഥാനങ്ങളും കൂടുതലായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ഭാവബീജ്. അതുപോലെ തന്നെ രക്ഷാബന്ധൻ, സഹോദരനെ ഏൽപ്പിക്കുമ്പോൾ കല്യാണം കഴിച്ചു പോയ സഹോദരിയാണെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്നു. അവർ തമ്മിൽ ആ ഒരു ബന്ധം അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടി, ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഉള്ളൊരു ഉത്സവം. അങ്ങനെ പലതും
ദസറ ആയാലും ദീപാവലി ആയാലും അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്താണ് മനുഷ്യപുത്രൻ്റെ ദുഃഖങ്ങളും പാപങ്ങളുമൊക്കെ പേറി കുരിശ് സ്വയം ചുമലിലേറ്റാൻ തയ്യാറായ ഒരു മനുഷ്യപുത്രൻ്റെ അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ കഥ. അതിലൊക്കെ ഒരുപാട് ത്യാഗങ്ങളുണ്ട് അല്ലേ, ഒരുപാട് കഥകളുണ്ട്. അതുപോലെ ഓരോ കഥയും ഓരോ ഉത്സവത്തിൻ്റെ പിന്നിലും ഓരോ വലിയ വലിയ കഥകളുണ്ട്, പാഠങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഉത്സവം നടത്തുമ്പം ഓരോ ഉത്സവം കഴിയുമ്പോഴും അതിൻ്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലത്തെ സംസ്ഥാനങ്ങളിലൊക്കെ ഉത്സവങ്ങളുടെ എന്താണ് നിരനിരയായിട്ട് വന്നുകൊണ്ടിരിക്കും. നമുക്കധികം ഗ്യാപ്പ് കിട്ടില്ല. അപ്പോൾ മനുഷ്യനെ ദുഃഖിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന മനുഷ്യന് ഊർജം പകരാൻ അവരുടെ ഉള്ള സമയം, ഉള്ള സുഖത്തിൻ്റെ നിമിഷങ്ങൾ, സന്തോഷ നിമിഷങ്ങളെ കൂടുതൽ ഊർജിതമാക്കാൻ, കൂടുതലത് എന്താണ് ദീപ്തമാക്കാൻ ഈ പല ഉത്സവങ്ങളും നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ ഓരോ ഉത്സവങ്ങളും ഓരോന്നും ആഘോഷിക്കണം. ഓണത്തിനൊക്കെ ഈ 10 ദിവസം എന്നാൽ 10 ദിവസം തന്നെ പൂവിടൽ, നമ്മൾ ടോട്ടലി നമ്മളെ ചിന്ത മാറി. മുറ്റത്ത് പൂവിടണം അല്ലേ, അതിൻ്റെ ഒരുക്കങ്ങൾ, അത്തച്ചമയങ്ങൾ, അന്ന് അത്തം തൊട്ട് 10 ഓണം, ഈ 10 ദിവസം നമ്മൾ അതുപോലെ ആഘോഷിക്കുകയാണ്. അവസാനം തിരുവോണത്തിൽ പക്ഷെ നമ്മൾ ആ ആഘോഷത്തിലൊക്കെ മലയാളി പൊതുവെ മദ്യവും മയക്കുമരുന്നൊക്കെ ചേർക്കുന്നതുകൊണ്ടുള്ളൊരു ആ ഒരു സുഖം നമുക്ക് എവിടെയോ നഷ്ടപ്പെടുന്നുണ്ട്. ജീവാഭയം വരെ, ജീവന് അപകടം വരെ വരുന്ന രീതിയിൽ എല്ലാം മറന്ന് ചെയ്യുന്ന മലയാളി, അതിപ്പോൾ എവിടെയായാലും അങ്ങനെ തന്നെയാണ്. പൊതുവെ ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ താരതമ്യേന കുറവാണ് ഈ അവസ്ഥ. അങ്ങനെ ആഘോഷിക്കുന്ന മലയാളി. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പോൾ ഇവിടെ ദസറൻ്റെ ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയദശമി ആഘോഷങ്ങളൊക്കെ ശരിക്കും മൈസൂർ, കർണാടക സ്റ്റേറ്റിൽ മൈസൂർ, ബാംഗ്ലൂരൊക്കെ വളരെ ഗംഭീരമായിട്ട് നടത്തുന്ന സംഭവമാണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും നവരാത്രി ആഘോഷങ്ങൾ എന്ന് പറയും. നവരാത്രിയിൽ ഈ 9 ദിവസങ്ങളും ദേവിയുടെ വിവിധ രൂപങ്ങൾ, 9 ഭാവങ്ങൾ കാണിക്കുകയും, അപ്പോൾ അതിനനുസരിച്ച് ഇവിടെയുള്ള സ്ത്രീകളൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം ഞാൻ പറയുന്നു, പൊതുവെ എല്ലാവരും സ്ത്രീകളൊക്കെ ആ ഓരോ ദിവസം ഓരോ കളറ് പറഞ്ഞിട്ടുണ്ട്. സാരിയുടെ, നമ്മളിടുന്ന വസ്ത്രങ്ങളുടെ കളറ്, അതിനുവേണ്ടി പ്രത്യേക ശ്രദ്ധയോടെ ചെയ്യും. ഒരു ദിവസം അതിനനുസരിച്ച കളറിലുള്ള നിറങ്ങളുള്ള സാരികളും വസ്ത്രങ്ങളും ഉപയോഗിക്കുകയും പിന്നെ മനോഹരമായിട്ട് നൃത്തം ചെയ്യും. റോഡിൽ തന്നെ കൈകൊട്ടിക്കളി, കോൽക്കളി ഒക്കെ ഉണ്ട്. ദാണ്ടിയ എന്ന് പറയും ഇവിടെ, പൂനെയിൽ ദാണ്ടിയ. ഇവിടെ വന്നവർ രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് പോവുകയായി. അതിൻ്റെ പുറത്തങ്ങനെ ഇറങ്ങാത്തവർ പോലെ സ്ത്രീകളടക്കം അവിടെ വന്നിട്ട് പൊതുവായ സ്ഥലത്ത് ഗ്രൗണ്ടിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. നല്ല പാട്ട് വെച്ചിട്ട്, ഒരു പ്രത്യേക ട്യൂണിലുള്ള നല്ല പാട്ടാണ്. ആ പാട്ടിനോടൊപ്പം നൃത്തം, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ മിക്സായിട്ട് ഇവിടെ നൃത്തം കളിച്ചുകൊണ്ടിരിക്കുന്നു. രസിച്ച ഒരു വീട്ടിലേക്ക് പോകാൻ തളർന്നിട്ട് പിറ്റേന്ന് പിന്നെയും സാരിയുടെ കളറ്, വസ്ത്രത്തിൻ്റെ കളറ് മാറി. അത് ഉപയോഗിച്ച് അന്ന് വൈകിട്ടും അവർ ഇതുപോലെ ദാണ്ഡ്യയിൽ പങ്കെടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മധുപലഹാരങ്ങൾ തമ്മിൽ കൈമാറുന്നു. അതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ, നമ്മൾ ആ സാരിയുടെ കളർ കണ്ടുപിടിക്കാനും അത് ഉപയോഗിക്കാനുള്ള അതൊക്കെ ഒരു പ്രത്യേക ഒരു ആവേശമാണ്. സ്ത്രീകളാകെ ടോട്ടലൊന്ന് ഇളകി മറിയും. കാരണം ഇത് ദേവിയുടെ ആണല്ലോ. അപ്പോൾ ദേവിയുടെ ഭാവം എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ അവരാണല്ലോ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നവരും അതിൽ നിമഗ്നരായിരിക്കുന്നവരും സ്ത്രീകൾ തന്നെ. അപ്പോൾ ദേവിയുടെ പല ഭാവങ്ങൾ കാണിക്കാനും ഉൾക്കൊള്ളാനും അതിലൂടെ അതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്ന ഈ സ്ത്രീകൾ അവരന്ന് വീടുകളിൽ പൂജയും ഒക്കെ വെച്ച്, അതോടൊപ്പം ഈ വസ്ത്രങ്ങളുടെ നിറങ്ങളൊക്കെ ശ്രദ്ധിച്ച്, അപ്പോൾ അവർ 10 ദിവസം അവരൊന്നും അറിയുന്നില്ല, മുഴുവനായിട്ട് അതിൽ മുഴുകിയിരിക്കുന്നു. അതുപോലെ ഉപവാസം എടുക്കുന്നവരുണ്ട് ദേവിയുടെ പേരിൽ. അത് ഭക്തി, ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ പേരിൽ വ്രതമെടുക്കുന്നവരും, പിന്നെ ശരീരത്തിന് ആവശ്യം വേണ്ടി ഈ ഒരു പേരിൽ വ്രതമെടുക്കുന്നവരും, അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരെ കാണാം. എന്തായാലും ഉത്സവം അങ്ങനെ അതിമനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ തീരാറായി. ഇപ്പോൾ ഇനി 1-2-3 ദിവസങ്ങളേ ഉള്ളൂ തീരാൻ.
അപ്പോൾ അതേ സമയത്ത് ദേവിയുടെ വലിയ വലിയ അമ്പലങ്ങൾ, ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ചതുർശൃംഗി എന്ന സ്ഥലത്ത് വലിയൊരു ശിവാജി മഹാരാജിൻ്റെ, ഇവിടുത്തെ മഹാരാഷ്ട്രയിലെ ശിവാജി മഹാരാജിൻ്റെ കാലത്ത് സ്ഥാപിച്ച വളരെ ശക്തിയുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന, വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദേവിയുടെ വലിയ അമ്പലമാണ് ചതുർശൃംഗി. അവിടെയൊക്കെ 10 ദിവസത്തെ വലിയ ഉത്സവങ്ങളാണ്. ജനത്തിരക്കുകൾ, ജനം രാവിലെ മുതൽക്ക് രാത്രിയും പകലും മുഴുവൻ ദിവസം മുഴുവൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ദർശനത്തിന് വേണ്ടി ലൈനിൽ നിൽക്കുന്നു. അവിടെയൊക്കെ ഭയങ്കര തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ തൊട്ട് മുമ്പ് ഗണപതിയെ സ്ഥാപിക്കുന്നു, 10 ദിവസം പൂജിക്കുന്നു. പിന്നെ അവസാന ദിവസം ആ ഗണപതിയെ പുഴകളിൽ കൊണ്ട് ഒഴുക്കുന്നു. ഇപ്പം ഒഴുക്കുന്ന ഇത് കുറഞ്ഞിട്ട് പൊതുവേ നമ്മൾ ഇതാക്കിയിട്ടുള്ള എന്താണ്, നമ്മുടെ വീടിനടുത്ത് തന്നെ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ ടാങ്കുകളിലൊക്കെ മുക്കാനുള്ള അവസരങ്ങളൊക്കെ, അതുപോലെ തന്നെ കളിമണ്ണ് ഉപയോഗിച്ചും അതുപോലെ പ്രകൃതിക്ക് ദോഷം വരാത്ത, പൊല്യൂഷൻ ഉണ്ടാവാത്ത രീതിയിലുള്ള പല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഗണപതി വിഗ്രഹങ്ങൾ മുക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ, അതൊരു ട്രഡീഷനാണ് ഇവിടുത്തെ, അല്ലേ? മഹാരാഷ്ട്ര മാത്രമല്ല, UP പൊതുവേ ഈ സൈഡിലൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പൊതുവെ ആഘോഷിക്കപ്പെടുന്ന കാര്യമാണ് ഗണപതി. ഇപ്പം നമ്മുടെ നാട്ടിലും ഓരോ ഉത്സവങ്ങളായിട്ട് വന്നു തുടങ്ങി. ഗണപതി ആഘോഷമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് ലയിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ച് ഇതിലേക്ക് വരാതെ, അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഇത് തരാതെ ഈ പ്രാർത്ഥനയും പൂജയിലൊക്കെ നമ്മൾ മുഴുകുന്നു. അതുപോലെ ഉത്സവങ്ങളിലൊക്കെ നമ്മുടെ മനസ്സ് അങ്ങനെ മുങ്ങിത്താഴുമ്പോൾ ഉള്ള നിമിഷങ്ങൾ നമ്മൾ സുന്ദരമാക്കുകയും ജീവിതത്തിനെ പച്ചപിടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതാണ് നാം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വഴിക്ക് നടക്കും. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ നമ്മുടെ വളരെ ചെറിയൊരു ജീവിതം ഒരു നീർക്കുമിള പോലെ ഏത് നിമിഷം പൊട്ടി പോകാം, തീർന്നു പോകാം. നമ്മുടെ ആയുസ് അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയുള്ള ആ ജീവിതത്തിൽ മാക്സിമം സന്തോഷിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഗുണമുണ്ടെങ്കിൽ ഗുണം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ കഴിയുന്നതും മോശമായ ചിന്തകളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഈവിൾ തോട്ട്സൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നിൽക്കുക. ഇത്രമാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത്തരം ഉത്സവങ്ങളിലൂടെ നമ്മളെല്ലാം പങ്കെടുത്ത് നമ്മുടെ എല്ലാ നിമിഷങ്ങളും വളരെ സന്തോഷപ്രദമാക്കി മാറ്റുക. അത്രേ പറയാനുള്ളൂ. ഇനി ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ.